നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി ഡേയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. കുറച്ച് നാളായിട്ട് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ചെയ്യാറില്ല. കാരണം വെച്ചാൽ ജോലി സംബന്ധമായിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്, ചിക്കൻ ലെമണേഡ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വെറൈറ്റി ഡിഷുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ലെമണേഡിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബോൺലെസ് ചിക്കനാണ്. അത് നമുക്ക് വെള്ളം ഇല്ലാതെ കണ്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലോട്ട് ഞാനിവിടെ 3 ചെറുനാരങ്ങയുടെ നീരെടുത്തിരിക്കുന്നത്, അതിൻ്റെ പകുതി നമുക്ക് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് വയ്ക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ഈ പീസ് ഒരു ചെറിയൊരു നമ്മുടെ ഉരൽ, ഞങ്ങളങ്ങനെ പറയാം, ഉരലെന്ന് പറയാം തൃശ്ശൂർക്കാർ. അപ്പോൾ അതിനകത്ത് ചെറിയൊരു ചതയ്ക്കുന്ന ഒരു ഇതിനകത്തിട്ടിട്ട് പതുക്കെ വനൊന്ന് നമുക്കൊന്ന് ഇടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. എന്നുവെച്ചാൽ ആ പെപ്പറും ലെമണൊക്കെ അതിനകത്ത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ അത് ചതയ്ക്കുന്നത്. തിരിച്ച് നമുക്ക് ഈ ബോളിലേക്ക് തന്നെ മാറ്റാം. മിക്സ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമല്ലേ. അതിനകത്ത് ഈ ലെമൺ ജ്യൂസിൻ്റെ ഒരു പകുതിയും കൂടെ ഞാൻ അതിനകത്ത് ഒഴിക്കുന്നുണ്ട്. ഇന്നും കൂടെ നന്നായിട്ട് ഇതൊന്ന് ആ ലെമൺ ജ്യൂസിൽ മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിനുശേഷം നമുക്കൊരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ അതിനകത്ത് വറുത്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഒത്തിരി ഡ്രൈ ആക്കി എടുത്തിട്ടില്ല. ഈ ഓയിലിലോട്ട് ഒരു ബോൾ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഞാൻ ഇടുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചിയും ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നൊന്ന് കളർ ചേഞ്ച് ആവണമെന്ന് ഇറക്കി കൊടുക്കും. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂണ് ക്രഷ്ഡ് ചില്ലിയാണ്. നിങ്ങൾ എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം. 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് കസൂരി മേത്തി. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടായി കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ അതിനകത്തോട്ട് ഇടാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ലെമണിൻ്റെയാണ് കൂടുതൽ ടേസ്റ്റ് ചെയ്യുന്നത്. 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല. നമുക്ക് 2-3 മിനിറ്റ് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കൂട്ടുകാരെ, നമ്മുടെ ചിക്കൻ ലെമണേഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ ചിക്കൻ ലെമണേഡ്. നല്ല രുചികരമായിട്ടുള്ള ഒരു അടിപൊളി ഡ്രൈ ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ കമൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.